ട്രംപ് കാംനയുടെ അടുത്ത് വന്നിട്ട് മോളെ കെട്ടിച്ചേരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയത്തുള്ള അലി കാംനയുടെ മറുപടി എന്തായിരിക്കും? നിനക്ക് നാണമില്ലേ, അല്ലെങ്കിൽ നിനക്ക് പേടിയില്ലേ, കുറവില്ലേ, ഇറങ്ങിപ്പോ എന്ന് പറയും. ഇത് തന്നെയാണ് ഇപ്പം അമേരിക്ക വന്നിട്ട് ഇറാനെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാനുള്ള മറുപടി എന്നാണ് ഇന്ന് ആയത്തുള്ള അലി കാംനി പൊതു സമൂഹത്തിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ വന്ന് പച്ചക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നലെ ഈ ഇറാനിൽ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതിൽ പുള്ളി പറഞ്ഞിട്ടുള്ള ആ ഒരു 8-10 മിനിറ്റ് നീണ്ടുപോകുന്ന ഒരു ലോങ് സ്പീച്ച് ഉണ്ട്. സ്പീച്ചെല്ലാം അമേരിക്കക്ക് കൊടുക്കുന്ന താക്കീതുകളും ഒരുപാട് മറുപടികളുമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. പിന്നെ ഈ എന്താ പറയുക, അവിടെ നടക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയുള്ള ചില ന്യൂസുകളുടെ അടിസ്ഥാനവും പറഞ്ഞുതരാം. അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോവാണ്. കണ്ടിഷ്ടപ്പെടുന്ന ആളുകൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് മുന്നോട്ട് പോവാം. ഇന്നലെ ആയിരുന്നു ആ ഒരു സംഭവം ഉണ്ടായിരുന്നത്. കാംനെ ഒളിച്ചിരിക്കുകയാണ്, നമ്മളെ ബങ്കറിൻ്റെ അടിയിലാണ്, അല്ലെങ്കിൽ രാജ്യം വിട്ടുപോയി എന്ന് പറഞ്ഞൊക്കെയുള്ള മറുപടി. അത് എന്താ പറയുക, ബങ്കറിൻ്റെ അകത്തുനിന്ന് വന്ന അല്ലെങ്കിൽ പുറത്തോട്ട് വിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. അവിടുത്തെ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് ട്രംപിനുള്ള മറുപടിയായിരുന്നു പുള്ളി ഇന്നലെ കൊടുത്തിരുന്നത്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മറുപടിയായിരുന്നു. ഞാനത് സൈഡിൽ വെക്കുന്നുണ്ട്. അറബിക്കിലാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് ഞാനത് മലയാളത്തിൽ പറയാം കേട്ടോ. ഇറാൻ അമേരിക്ക ശത്രുത. കാരണം കഴിഞ്ഞ 40 വർഷമായിട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുതയുടെ അടിസ്ഥാനം 2 വാക്കുകൾ ഒതുക്കാമെന്നാണ് കാംനി പറഞ്ഞിട്ടുള്ളത്. അതിൽ അമേരിക്ക ഇറാനെ വിഴുങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്ക വാണ്ട്സ് ടു സോളോ ഇറാൻ. ഇത് പറഞ്ഞ് പുള്ളി നെക്സ്റ്റ് പറഞ്ഞ കാര്യം ഇതായിരുന്നു: ശക്തരായ ഇറാനിയൻ ജനതയും ഇസ്ലാമിക് റിപ്പബ്ലിക്കും ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ഉപമയിലൂടെ ഞാൻ ഈ കാര്യം പറഞ്ഞുതരാം. അതായത് ഒരു തർക്കം, ഒരു വിവാഹാലോചനയോടാണ് പുള്ളി ഉപമിച്ചിട്ടുള്ളത്. موضوع در 2 کلمه باقی مونده. من میگم ما دختر شما رو میخوایم، اونا میگن غلط میکنی. حالا ملت ایران به طرف مقابل گفته غلط. അതായത് ഒരാൾ വന്ന് പറയാണ് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടില്ല, ഓക്കെയാണ്, അപ്പം എന്താണ് കാര്യം, എന്താണ് കാര്യം നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് നിങ്ങളുടെ മോളെ കെട്ടിച്ചേരണമെന്ന്. അപ്പോൾ തിരിച്ചു ഡോണ്ട് യു ഡേ, എനിക്ക് നാണമില്ലേ, അല്ലെ പേടിയില്ലേ, അല്ലെങ്കിൽ നീ എന്താണ് നീ ചോദിച്ചത് നിനക്കറിയോ, നടക്കാത്ത കാര്യമല്ലേ എന്ന് തിരിച്ച് ഒരു മറുപടി പറയും. അത് തന്നെയാണ് ഇപ്പം അമേരിക്ക ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഞങ്ങൾ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വന്ന് ഒരാൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റിപ്പോയി, യു ആർ റോങ് എന്ന് മറുപടി നൽകുന്ന പോലെയാണ് ഇറാൻ അമേരിക്കയോട് പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയുടെ ആവശ്യങ്ങൾ തെറ്റാണ് എന്ന് ഇറാൻ ഉറപ്പിച്ച് പറയുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇറാന്റെ വിഭവ സമൃദ്ധി, അവിടുത്തെ എണ്ണയും മറ്റ് അവിടുത്തെ എന്താ പറയുക ആ ഒരു സാംസ്കാരികപരമായിട്ടുള്ള ആ ഒരു കാര്യവും ഇതിലാണ് അമേരിക്കയുടെ കണ്ണ്. അത് തകർക്കണം. ഈ 2 കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങൾ തകർക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ കണ്ണ്. അതായത് എണ്ണ, വാതകം, മറ്റ് ധാതു സമ്പത്തുകളുണ്ട്. പിന്നെ തന്ത്രപ്രധാനമായ ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള ഒരു സ്ഥാനം ഇറാനുണ്ട് അമേരിക്കക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. പല മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിനെ കംപ്ലീറ്റ് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭൂമിശാസ്ത്രമാണ് ഇറാനിലുള്ളത്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് അമേരിക്ക ഇത്രയും കാലം പിന്നാലെ നടന്ന് നമ്മളെ ഉപദ്രവിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ ഇല്ലാണ്ടാക്കുന്നതും. ഇതിനെതിരെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളും നമ്മൾ സൈന്യവും നമ്മളെല്ലാവരും ഒരുപോലെ ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് പൊരുതും എന്നാണ് ഖാമനെ ഇന്നത്തെ പുള്ളിയുടെ സംസാരത്തിൽ സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ളത് കാര്യം. അതുമാത്രമല്ല ചരിത്രപ്രധാനമായ ചില കാര്യങ്ങളും ഇതിലുണ്ട് എന്ന് പുള്ളി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് പഹ്ലവി ഭരണകാലത്ത് 30 വർഷത്തോളം അമേരിക്ക ഇറാനെ നിയന്ത്രിച്ചിട്ടുണ്ട്. അതായത് ഷാ ഭരണകൂടം അവസാനിക്കുന്നവരെ അമേരിക്കയും ബ്രിട്ടനുമായിരുന്നു ഇറാനെ കംപ്ലീറ്റ്ലി നിയന്ത്രിച്ചിരുന്നത്. അന്ന് ഇറാൻ രാഷ്ട്രം, സുരക്ഷാ വിഭവങ്ങൾ എന്നിവയെല്ലാം അമേരിക്കയുടെ കൈകളിലായിരുന്നു. ആ പഴയ അധികാരം തിരിച്ചു പിടിക്കാം എന്നുള്ള ശ്രമമാണ് ഇപ്പം അമേരിക്ക കാണിക്കുന്നത് എന്നാണ് ഖമേനി ആരോപിച്ചിട്ടുള്ളത്. പിന്നെ ഇറാന്റെ നിലപാട് വളരെ ക്ലിയർ ആണ്. ബാക്കിയുള്ള മനുഷ്യാവകാശ ചർച്ചകളൊക്കെ വെറും വാക്കുകൾ മാത്രമാണെന്നും യഥാർത്ഥ പ്രശ്നം അമേരിക്കയുടെ അത്യാഗ്രഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ശക്തമായി നിലകൊള്ളുന്നുവെന്നും ദൈവസഹായത്താൽ ശത്രുക്കളുടെ ശല്യം അവസാനിക്കുമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാം ഈ പ്രസംഗത്തിനിടക്ക് അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും രൂക്ഷമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടാണ് ആളുകൾ ആ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇന്നലെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇതിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ മറുപടി ഇതിൽ പറയുന്നുണ്ട്. അതായത് ഇത് കേട്ടതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ ഇതിനുള്ളൊരു മറുപടി കൂടെ കൊടുക്കുന്നുണ്ട്. Why wouldn't he say that? Of course you're going to say that, but we have the biggest, most powerful ships in the world over there, very close, a couple of days, and hopefully we'll make a deal. If we don't make a deal, then
we'll find out whether or not he was right. ഇതിനുള്ള മറുപടി ട്രംപ് പറഞ്ഞത് ഇതാണ്: ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള പടക്കപ്പലുകൾ ഇപ്പോൾ ആ മേഖലയിലുണ്ട്. ഏതാനും ദിവസത്തിനുള്ളിൽ ഇൻ എ കപ്പിൾ ഓഫ് ഡേ ഇറാൻ ഒരു ധാരണയിൽ എത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇറാൻ ഞങ്ങളും തമ്മിലൊരു ഡീല് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ കണ്ടോ? ഇൻ കേസ് അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം കാണാം ഞാൻ പറഞ്ഞതാണോ ഖമേനി പറഞ്ഞതാണോ കറക്റ്റ് എന്നുള്ളതെന്നാണ് നമ്മുടെ ട്രംപ് അണ്ണൻ്റെ നമ്മുടെ പൊട്ടൻ്റെ റിപ്ലൈ ആയിട്ട് ഇതിന് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതായിരുന്നു ഇന്നലെ ആ ഒരു തമ്മിലുള്ള, അതായത് ഇപ്പം നമ്മൾ നേരിട്ടുള്ളൊരു ഫൈറ്റ് തുടങ്ങിയിട്ടില്ല, പരസ്പര വാഗ്വാദങ്ങളുടെ ഫൈറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു അവിടെ നടന്ന ഒരു കാര്യം. ഇനി പ്രധാന ചില ഉള്ളടക്കങ്ങളുണ്ട്. ഇന്നലെ ചില ന്യൂസിൽ ഞാൻ കണ്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അതായത് ചൈനയിൽ നിന്നും ഒരു ഫ്ലൈറ്റ്, ഇറാൻ്റെ ഒരു ഫ്ലൈറ്റ് ചൈനയിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു എയർ മാപ്പും കാര്യങ്ങളൊക്കെ അവരവിടെ വെക്കുന്നുണ്ട്. അതായത് റഡാർ സിസ്റ്റത്തിലുള്ള ഒരു മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ അത് പറയുന്നത്. ഞാനതിൻ്റെ മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: ഇറാനിൽ നിന്നുള്ള ഒരു ബോയിങ് 747 കാർഗോ വിമാനം രഹസ്യമായിട്ട് ചൈനയിലേക്ക് പോയി എന്നതാണ് അതിൻ്റെ വിശദീകരണം. മിക്കവാറും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ആയുധങ്ങളോ ആകാം തിരികെ എത്തിയതായിട്ട് റിപ്പോർട്ട്. അതായത് അവിടേക്ക് പോയിട്ടുള്ള ഈ ഒരു ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് മിക്കവാറും ഇതായിരിക്കും. അതല്ലാത്തൊരു യാത്രാ വിമാനം അവിടുന്ന് ആ സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇതിനു മുമ്പും ഇറാൻ ഇതുപോലെ തന്നെ 1-2 ചൈനീസ് ഫ്ലൈറ്റുകൾ ഇറാനിലോട്ട് വന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അമേരിക്ക ആക്രമണം നേരിടാനുള്ള ഇറാന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണെന്നാണ് പല വിദഗ്ധരും ഇത് സംശയിക്കപ്പെടുന്നത്. നിഗൂഢ സ്ഫോടനങ്ങൾ ഇറാനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അല്ലേ? അപ്പം അതിനൊക്കെയുള്ള മറുപടിയായിട്ട് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന യുദ്ധത്തിന് മറുപടിയായിട്ടുള്ള ഇറാന്റെ ഒരു സംവിധാനങ്ങളെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ചില ഫ്ലൈറ്റുകൾ ഇപ്പം ചൈനയിലോട്ട് പോകുന്നു, റഷ്യയുടെ സഹായം വരുന്നു എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത് എന്നാണ് പറയപ്പെടുന്നത്. അതും മാത്രമല്ല വേറൊരു ഇത് പറയുന്നത് ഇറാന്റെ സൈനിക വിഭാഗത്തിനോട് ബന്ധമുള്ള മഹാൻ എയർ ഉണ്ട്. മഹാൻ എയർ വിമാനം അസാധാരണമായ പാറ്റേണുകളിൽ ഇറാനിൽ പറക്കുന്നതായിട്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൻ്റെയും എയർ റഡാർ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ചില ഫുട്ടേജുകളൊക്കെ ഈ ആൾക്കാർ ചില ആളുകളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ചില ചാനലുകളിൽ നിന്നാണ് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. ഏതായാലും അമേരിക്കൻ താവളങ്ങളിൽ എന്താ പറയുക ഇറാൻ്റെ ഒരു മിസൈൽ ഒരു അറ്റാക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? അമേരിക്കയുടെ എല്ലാ ബേസുകളിലും അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്നലെയും ഇന്നും ആയിട്ട് അമേരിക്കയുടെ എല്ലാ തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തു എന്നൊക്കെ ചില മറ്റ് ന്യൂസുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഖത്തർ അതുപോലെ തന്നെ സൗദി എന്നുള്ള സ്ഥലങ്ങളിൽ അങ്ങനത്തെ ന്യൂസുകൾ ഇതിൻ്റെ ഇടയിലൂടെ വന്നിരിക്കുന്നു. ഇനി അത് മാത്രമല്ല, ഈ IRGCനെ ഒരു ഭീകര സംഘടനയായിട്ടാണല്ലോ ഇപ്പം യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ഒരു യൂറോപ്യൻ യൂണിയനെയും അങ്ങോട്ട് ആക്രമിക്കാനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടാക്കിയിട്ടുള്ള രാജ്യമല്ല ഇറാൻ. എന്നിട്ടും അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയുടെ വിധേയപ്പെട്ട് ജീവിക്കുന്ന ഈ സത്യം പറഞ്ഞാൽ പണ്ടത്തെ പ്രതാപം പറഞ്ഞിട്ട്, പണ്ട് എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നെന്നും പറഞ്ഞിട്ട് ഇപ്പോഴും ആ ആനപ്പുറത്ത് ഇരുന്ന എന്താ പറയുക കുണ്ടിയിലെ തഴമ്പ് കാണിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിലുള്ള പല രാജ്യങ്ങളും. അപ്പം ഇവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് തിരിച്ച് പറയാനുള്ളത്, ഞങ്ങൾ IRGC അല്ലെങ്കിൽ ഇറാൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം ഈ പറഞ്ഞ സകല യൂറോപ്യൻ യൂണിയനിൽ വരുന്ന 27 രാജ്യങ്ങളുടെ സൈന്യത്തെ ഭീകരമായിട്ട് ഞങ്ങൾ തിരിച്ചും അങ്ങോട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട്. They suffered the most damage from the army. Today, the European Union, this entity that is itself incapable of controlling either Ukraine or Greenland, is an old empire that roars but has no teeth. If times were a lion, it would put the army on the terrorist list, which is also a malicious act and a disgrace to what it used to be. അല്ലാത്തൊരു കഥല്ലേ, ഇതിനേക്കാൾ വലിയ മറുപടി വേറെന്ത് കൊടുക്കാനാ? അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഇറാനിൻ്റെ എന്താ പറയുക ഔദ്യോഗികമായിട്ടുള്ള വക്താക്കൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ഇറാൻ്റെ തിരിച്ചടി വളരെ രസകരമായിരുന്നു. അപ്പം യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് വേറെ കാര്യങ്ങളൊന്നും വേറൊന്നുമില്ല അവിടെ. ഇങ്ങനത്തെ പല ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ നടന്നു എന്ന് പറഞ്ഞ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം ആളുകൾക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി പുതിയ വല്ല അപ്ഡേറ്റും വരികയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും.